ഹലോ, നമുക്ക് ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിരുന്ന ഒരു ഡൗട്ടാണ്, റെക്കമെൻഡേഷൻ ഏണിങ്സ് കൂടാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരുന്നത്. താഴെ ഫോട്ടോസിനും റീൽസിനും ലഭിക്കുന്ന ഏണിങ്സ് വെരി വെരി ലോ. ശരിയാണ്, ഫോട്ടോസിനും റീൽസിനും ഏണിങ്സ് ലഭിക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിൽ പോയിട്ട് നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കമെൻഡേഷൻ ആക്റ്റീവാണ്, മോണിറ്റൈസേഷൻ ആക്റ്റീവാണ്, മാർക്കറ്റ് പ്ലേസ് ഇതൊക്കെ ആക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി റീൽസ് ഇടുന്നുണ്ട്, ഫോട്ടോസ് ഇടുന്നുണ്ട്. നമ്മൾക്ക് ഒരുപാട് ഏണിങ്സ് കുറവാണ്. മുമ്പത്തേനേക്കാളും ഒരുപാട് ഏണിങ്സ് കുറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പൊക്കെ വ്യൂസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമുക്ക് ഏണിങ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ആ സിസ്റ്റം മാറിയിട്ടുണ്ട്. നിലവിൽ എൻഗേജ്, നമ്മളുടെ വീഡിയോയിൽ എത്രത്തോളം ടൈം മറ്റുള്ളവര് കാണുന്നവർ സ്പെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിറ്റി, വീഡിയോയുടെ ക്വാളിറ്റിയും കൂടി നോക്കുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ഉണ്ടോ, അല്ലെങ്കിൽ നല്ല സൗണ്ട് എത്രത്തോളം അത് ക്വാളിറ്റി ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിലവിൽ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത്. നേരെ മറിച്ച് മുമ്പ് അങ്ങനെയല്ല. നമുക്ക് മുമ്പ് ഒരു 100K വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സാധാരണ ഒരു റീലിന്, അതായത് 30 സെക്കൻഡ് റീൽസ് വന്നിട്ടുണ്ടെങ്കിൽ 100K വന്നിട്ടുണ്ട്, എന്തായാലും അതിന് $2 ലഭിക്കുമായിരുന്നു. ഇപ്പം നിലവില് ഒന്നുപോലും ലഭിക്കാത്ത ഒരവസ്ഥയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഗേജ് ഇപ്പം ആ സിസ്റ്റം മാറി. എത്രത്തോളം എൻഗേജ്ഡ് ആവുന്ന അതിനനുസരിച്ചിട്ടാണ് നിലവിൽ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും തോന്നിയേക്കാം ഏണിങ്സ് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ പ്രശ്നമൊന്നുമല്ല. നിലവിൽ ഫേസ്ബുക്കിന്റെ അൽഗോരിതത്തിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയാലും ശരി, ഫോട്ടോ ആയാലും ശരി, നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കാവുന്നതാണ്, ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഫോട്ടോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫോണിൽ വെച്ച് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഏണിങ്സ് കൂടാനുള്ള സാധ്യതയുണ്ടല്ലേ. ഫോട്ടോ ഇട്ടത് കൊണ്ട് മാത്രം ആവണമെന്നില്ല, അത് റീച്ച് ആവണം. കാരണം അതിലെന്തെങ്കിലും ഉണ്ടാവണം. അത് മറ്റുള്ളവർക്ക് അതിൽ ലൈക്കും കമന്റും കാര്യങ്ങളൊക്കെ ഇടാനുള്ള എന്തെങ്കിലും സംഭവം അതിലിട്ട് കൊടുക്കണം. അപ്പോഴാണ് അത് റീച്ചായിട്ട് നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാകാൻ സാധിക്കുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും ചുമ്മാ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ റീലും ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടന്റ്, നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഉണ്ടാവണം. ഓക്കെ.